ഇന്ന് ഞാൻ അല്പം വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരൊക്കെ ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും പലപ്പോഴും ഉന്നയിക്കാറുള്ള ചില സംശയങ്ങൾക്ക് ഒരു മറുപടി എന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് ആ സംശയങ്ങൾ എന്ന് ആദ്യം പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും ദൈവവിശ്വാസികളും മതവിശ്വാസികളും അന്ധവിശ്വാസികളുമൊക്കെ ആയി കഴിഞ്ഞുകൂടുന്നത്? ഇത്രയൊക്കെ ശാസ്ത്രവും ശാസ്ത്രബോധവും വിജ്ഞാനവും സാങ്കേതിക വിദ്യയും ഒക്കെ പുരോഗമിച്ചിട്ടും മനുഷ്യർ വളരെ പ്രാകൃതമായ കാലഘട്ടത്തിൽ വെച്ച് പുലർത്തിയിരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് പെട്ടെന്ന് അഡിക്റ്റായി പോകുന്നതിൻ്റെ കാരണമെന്താണ്? ഇത് സാധാരണ യുക്തിവാദികളും ചോദിക്കാറുണ്ട്, വിശ്വാസികളും ചോദിക്കാറുണ്ട്. എല്ലാവരും എല്ലായ്പ്പോഴും ചോദിക്കാറുള്ള, ചിന്തിക്കാറുള്ള ഒരു വിഷയം. രണ്ടാമത്തത്, എന്തുകൊണ്ടാണ് ആളുകൾ എപ്പോഴും ഒരു നേതാവിൻ്റെ കീഴിൽ അനുയായികളായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത്? ബഹുഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ ഒരു കൾട്ട് നേതാവിൻ്റെ കീഴിൽ, ഒരാൾ ദൈവത്തിൻ്റെ കീഴിലൊക്കെ പോയിട്ട് ആ ആൾ ദൈവം പറയുന്നതിന് അല്ലെങ്കിൽ കൾട്ട് ലീഡർ പറയുന്നതിന് പെട്ടെന്ന് വിധേയമാകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ആളുകൾക്ക് എപ്പോഴും ഒരു കുഞ്ഞാടുകളാവാനുള്ള പ്രവണത കൂടുതലാവുന്നത്? എന്തുകൊണ്ടാണ് ചില ആളുകൾ മാത്രം അങ്ങനെയുള്ള കുഞ്ഞാടുകളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് കൾട്ട് ലീഡേഴ്സായിട്ടും ആൾദൈവങ്ങളായിട്ടും പാർട്ടി നേതാക്കന്മാരായിട്ടുമൊക്കെ മാറുന്നത്? അതിൻ്റെ ഒരു സൈക്കോളജി എന്താണ് എന്നതാണ് മറ്റൊരു ചർച്ചാ വിഷയം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് സ്വതന്ത്ര ചിന്തകർ, യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾക്കിടയിലും ഓരോ വിഷയത്തിലും, പ്രത്യേകിച്ച് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഉണ്ടാവുന്നത്? അതിൻ്റെ പേരിൽ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും സ്വതന്ത്രമായി ചിന്തിക്കുമ്പോൾ എല്ലാവരും ഒരേ ആശയത്തിൽ എത്താത്തത് എന്തുകൊണ്ടാണ്? ഇതാണ് അടുത്ത ഒരു സംശയം. ഈ മൂന്ന് സംശയങ്ങൾക്കും പൊതുവിൽ മറുപടി ഒന്ന് തന്നെയാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു മറുപടി പറയാൻ ശ്രമിക്കുന്നത്. മറുപടി അല്ല, അത് ഞാൻ മനസ്സിലാക്കിയ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഒരു ചെറിയ വിശദീകരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. മനഃശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ മസ്തിഷ്ക ശാസ്ത്രപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ വിഷയത്തിൽ ഒരു വലിയ പണ്ഡിതനൊന്നുമല്ല, വളരെ ഉപരിപ്ലവമായിട്ട് നേടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ വിശദീകരണം എന്ന് മാത്രം. ഇപ്പോൾ ഞാൻ ഈ മറുപടി പറയുന്നതിന് പ്രധാനമായും അവലംബമാക്കുന്നത് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ച ഒരു പുസ്തകമാണ്. ഡാനിയൽ കാനിമാൻ്റെ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന ഈ പുസ്തകം. ഇത് ഇന്ന് വേൾഡിൽ തന്നെ ബെസ്റ്റ് സെല്ലറായിട്ട് ഈ വിജ്ഞാന മേഖലയിൽ സൈക്കോളജി, ന്യൂറോ സയൻസ്, എക്കണോമിക്സ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടുള്ള വളരെ പുതുമയുള്ള ഒരു പഠനമാണ് ഈ പുസ്തകത്തിൽ ഡാനിയൽ കാനിമാൻ അവതരിപ്പിക്കുന്നത്. ഇദ്ദേഹം വളരെ പ്രസിദ്ധനാണ്, നോബൽ സമ്മാനമൊക്കെ നേടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ കൂടെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾക്ക്, ഈ സംശയങ്ങൾക്ക് മറുപടി പറയാൻ ശ്രമിക്കുന്നത്. ഡാനിയൽ കാനിമാൻ്റെ പുസ്തകം വായിച്ചിട്ട് അതെനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. യുവാൽ ഹരാരിയുടെ പുസ്തകം പോലെ എനിക്ക് സിമ്പിളായിട്ട് തോന്നിയില്ല. അതിന് കാരണം ഇതിനകത്ത് എക്കണോമിക്സും മാത്തമാറ്റിക്സും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എക്കണോമിക്സും മാത്തമാറ്റിക്സും ഒക്കെ എനിക്ക് പണ്ട് മുതലേ വളരെ പ്രയാസമുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. എന്തുകൊണ്ട് ഞാൻ ഈ പുസ്തകം വായിക്കാൻ പ്രയാസപ്പെടുന്നു എന്നതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണം കൂടിയാണ് ഈ പുസ്തകത്തിൻ്റെ വിഷയം. അതാണ് ആ പുസ്തകത്തിലുള്ള
ഒരു കൗതുകം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഈ പുസ്തകത്തെ പരിചയപ്പെടുത്താനോ ഇതിൻ്റെ ഉള്ളടക്കത്തെ സമഗ്രമായി നിരൂപണം ചെയ്യാനോ ഒന്നുമല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ച വളരെ ലളിതവും വളരെ സാധാരണവുമായ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സംശയങ്ങൾക്കുള്ള ഒരു വിശദീകരണമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് നമ്മുടെ അതിജീവനത്തിന് വേണ്ടി നമ്മളുടെ കൂടെ പരിണമിച്ചുണ്ടായ ഒരു അവയവമാണ്. ആ അവയവത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ അതിജീവനത്തിന് സഹായകമായ വിധത്തിൽ നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിർദ്ധാരണം ചെയ്യുക, എന്നിട്ട് നമുക്ക് അതിജീവനത്തിന് സഹായകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരിക എന്ന ഡ്യൂട്ടിയാണ് നമ്മുടെ മസ്തിഷ്കം നിർവഹിക്കുന്നത്. ഒരു പ്രോബ്ലം സോൾവിങ് മെക്കാനിസമാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഉള്ളത്. ഏതു തരം പ്രോബ്ലങ്ങളാണ്, എന്തിനാണ് സോൾവ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന ജീവിക്ക് അതിൻ്റെ അതിജീവനം സാധ്യമാകുന്നതിനും അതിൻ്റെ വംശം നിലനിർത്തുന്നതിനും ആവശ്യമായിട്ടുള്ള പരിണാമപരമായ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രശ്ന നിർദ്ധാരണ സംവിധാനം എന്ന നിലയിൽ മനുഷ്യനിൽ മസ്തിഷ്കം വളർന്നു വന്നിട്ടുള്ളത്. മനുഷ്യന് മാത്രമല്ല, ഉയർന്ന തരം എല്ലാ ജീവികൾക്കും മസ്തിഷ്കമുണ്ട്. എല്ലാ ജീവികളുടെയും മസ്തിഷ്കം ആ ജീവികളുടെ അതിജീവനത്തിന് സഹായകമായ പ്രശ്ന നിർദ്ധാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മസ്തിഷ്കം ഈ പ്രശ്ന നിർദ്ധാരണം എന്ന ഡ്യൂട്ടി ചെയ്യുമ്പോൾ മസ്തിഷ്കത്തിന് ചില സവിശേഷതകൾ ഉള്ളതായിട്ടാണ് ഡാനിയൽ കാനിമാനെ പോലെയുള്ള ആധുനിക ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ നടക്കുന്നത്. ഒന്ന് സിസ്റ്റം 1, 2 സിസ്റ്റം 2. ഇങ്ങനെയാണ് കാനിമാൻ ആ കാര്യം വിശദീകരിച്ച് പോകുന്നത്. സിസ്റ്റം 1 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അധികം ഊർജം ഉപയോഗിക്കാതെ അധികം ചിന്തിക്കുകയൊന്നും ചെയ്യാതെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നത്തെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയും. അത് നമുക്ക് അനായാസം ചെയ്യാൻ കഴിയും. സിസ്റ്റം 2 ആണെങ്കിൽ നമ്മളുടെ മുമ്പിൽ വരുന്ന പ്രശ്നം അത്ര പെട്ടെന്ന് സോൾവ് ചെയ്യാൻ കഴിയാത്തതാണ്. നമ്മൾ കുറച്ചധികം ചിന്തിക്കുകയും കുറേയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനുവേണ്ടി തന്നെ നമ്മുടെ മസ്തിഷ്കത്തിൽ കുറേയധികം ഊർജം ചെലവഴിക്കുകയും വേണ്ടുന്ന പ്രശ്ന നിർദ്ധാരണ രീതിയാണ് സിസ്റ്റം 2 നടക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കം ഈ 2 സിസ്റ്റം കൂടെ മിങ്കിൾ ചെയ്തിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മസ്തിഷ്കം എപ്പോഴും മുൻഗണന നൽകുന്നത് സിസ്റ്റം 1-നാണ്. കാരണം ഊർജ സംരക്ഷണം മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യമാണ്. ഏറ്റവും കുറഞ്ഞ ഊർജം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള വഴിയുണ്ടെങ്കിൽ നമ്മുടെ മസ്തിഷ്കം സ്വാഭാവികമായിട്ടും അതിലേക്കാണ് പോവുക. വളരെ സങ്കീർണമായ പ്രശ്നങ്ങളെ സങ്കീർണമായ ചിന്തയിലൂടെയും ഒരുപാട് ഊർജം ചെലവഴിച്ചുകൊണ്ടും നിർദ്ധാരണം ചെയ്യാൻ അത്ര അനിവാര്യമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മസ്തിഷ്കം മെനക്കെടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സിസ്റ്റം 1-ലേക്ക് മാറുകയും ഷോർട്ട് കട്ടിലൂടെ കുറുക്കു വഴികളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യുകയും ചെയ്യുകയാണ്. ഊർജം സംരക്ഷിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ രീതിയിൽ ആണ് നമ്മുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളെയും ഇപ്പോൾ സങ്കീർണമാക്കുന്നതും നമ്മളുടെ പല സംശയങ്ങൾക്കും നമുക്ക് ഉത്തരം കണ്ടെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നതും ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ സംശയങ്ങളുടെ ഒരു വിശദീകരണത്തിലേക്ക് വരാം. ഒന്ന്, എന്തുകൊണ്ടാണ് കൂടുതൽ പേരും ദൈവവിശ്വാസികളാവുന്നത്? എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാരമ്പര്യ വിശ്വാസങ്ങളിലോ ഡോഗ്മയിലോ ചെന്ന് പെട്ടുപോകുന്നത്? അതിൻ്റെ മസ്തിഷ്കപരമായ കാരണം നമ്മുടെ മസ്തിഷ്കത്തിലെ ഈ സിസ്റ്റം 1 പ്രവർത്തിക്കുന്നു എന്നതും സിസ്റ്റം 2-ലേക്ക് പോകുന്നതിനെ നമ്മുടെ മസ്തിഷ്കം തന്നെ ഊർജ സംരക്ഷണാർത്ഥം തടയുന്നു എന്നതുമാണ്. ഏത് സിസ്റ്റത്തിലൂടെ പോകുന്നതാണോ പ്രശ്ന നിർദ്ധാരണത്തിന് ഏറ്റവും എളുപ്പമാകുന്നത്, ഏത് പ്രശ്ന നിർദ്ധാരണമാണോ നമുക്ക് അതിജീവനത്തിന് ഏറ്റവും സഹായകമായിട്ടുള്ളത്, അതിനാണ് നമ്മുടെ മസ്തിഷ്കം മുൻതൂക്കം നൽകുന്നത്. അപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയുന്നത് മനുഷ്യനിൽ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരൊറ്റ പ്രശ്നം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും.
മനുഷ്യൻ്റെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വന്നു. പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകുന്നു, ക്ഷാമമുണ്ടാകുന്നു, രോഗങ്ങളുണ്ടാകുന്നു, പകർച്ചവ്യാധികളുണ്ടാകുന്നു, പലതരത്തിലുള്ള വിപത്തുകൾ നേരിടുന്നു, മരിക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മനുഷ്യൻ നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി മസ്തിഷ്കം ചിന്തിച്ചപ്പോൾ അതിന് മസ്തിഷ്കം കണ്ടെത്തിയ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു മാർഗമാണ് ഇതിൻ്റെയൊക്കെ കാരണം ആരോ ഒരാൾ ഇതിൻ്റെ പിന്നിൽ ഇരുന്ന് പ്രവർത്തിക്കുന്നു എന്നതും, അയാൾക്ക് നമ്മളെപ്പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കോപമുണ്ടാകുന്നു, ദേഷ്യമുണ്ടാകുന്നു, അയാൾക്ക് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ആവശ്യമുണ്ട്, ആ ആവശ്യമുള്ളത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കിട്ടാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പ്രാകൃത മനുഷ്യർ ചിന്തിച്ചു. ആ ചിന്തയാണ് ദൈവവിശ്വാസമായിട്ടും അതുപോലെയുള്ള മറ്റു അന്ധവിശ്വാസങ്ങളായിട്ടും നമ്മുടെ മസ്തിഷ്കത്തിൽ കയറിക്കൂടിയത്. അപ്പോൾ മസ്തിഷ്കത്തിൽ പണ്ട് കാലത്ത് കയറിക്കൂടിയ ഈ ഒരു സാധനം അത് വസ്തുതയാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതിൻ്റെ ചരിത്രമൊക്കെ അന്വേഷിച്ച് ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇല്ല എന്ന നിഗമനത്തിലെത്തേണ്ട ഒരാവശ്യവും നമ്മുടെ അതിജീവനത്തിന് ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ മസ്തിഷ്കം നിങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചോളൂ എന്ന് നമ്മളെ ഉപദേശിക്കുന്നത്. അപ്പോൾ ദൈവവിശ്വാസി ആയിരിക്കുക എന്നതാണ് മസ്തിഷ്ക ശാസ്ത്രപരമായ പരിണാമപരമായി അതിജീവനത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നു പെട്ടു, നമുക്ക് മാരകമായ രോഗങ്ങൾ വരുന്നു, പ്ലേഗ് വരുന്നു, കൂട്ടത്തോടെ ആളുകൾ മരിക്കുന്നു, വസൂരി വരുന്നു, കൂട്ടത്തോടെ ആളുകൾ മരിക്കുന്നു, കൊടുങ്കാറ്റ് വരുന്നു, വെള്ളപ്പൊക്കം വരുന്നു, ഭൂകമ്പം വരുന്നു, അഗ്നിപർവ്വതം വരുന്നു, ഇതൊക്കെ വരുന്നു, നമുക്ക് വലിയ ആപത്തുകൾ ഉണ്ടാകുന്നു. അത് വരാതിരിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രശ്ന നിർദ്ധാരണമാണ്, അത് നമ്മുടെ ആഗ്രഹമാണ്. ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ അത് വരുന്നതിൻ്റെ കാരണം പരിഹരിക്കണം എന്ന് നമുക്കറിയാം. കാരണം പരിഹരിക്കണമെങ്കിൽ എന്താണ് കാരണം എന്ന് നമുക്കറിയണം. ആ കാരണം അറിയാത്ത കാലത്ത്, ആ കാരണം അറിയാനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ ഇല്ലാത്ത കാലത്ത് മനുഷ്യൻ്റെ ഈ മസ്തിഷ്കത്തിലെ ഷോർട്ട് കട്ട് ചിന്തയിലൂടെ കണ്ടെത്തിയ കാരണമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരാൾ ഇന്ന് പ്രവർത്തിക്കുന്നു. അയാൾക്ക് വേണ്ടത് കിട്ടാതെ വരുമ്പോൾ അയാൾക്ക് കോപമുണ്ടാകുന്നു. അതുകൊണ്ട് അയാളുടെ കോപം ശമിപ്പിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. സംഗതി വളരെ സിമ്പിളാണ്. ഒരുപാട് ആലോചിച്ച് തല ഉണ്ടാക്കണ്ട, മൈക്രോസ്കോപ്പ് വെച്ച് ഗവേഷണം നടത്തണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. കുറഞ്ഞ ഊർജം കൊണ്ട് പ്രശ്നം സോൾവായി. ഇതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു സ്വഭാവം. ഈ മസ്തിഷ്ക സ്വഭാവമാണ് നമ്മളെ അന്ധവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ഇന്നും ആ പ്രാകൃത മനുഷ്യൻ്റെ പാരമ്പര്യം നമ്മൾ ജനിതകപരമായി പേറുകയും അതേ മസ്തിഷ്കം തന്നെ ഇന്നും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത് കാലോചിതമായി അപ്ഡേറ്റ് ചെയ്യുന്നത് പോലും ഈ മസ്തിഷ്കത്തിന് ഇഷ്ടമല്ല. ഈ കാരണം കൊണ്ട് അത് ഊർജം കൂടുതൽ ആവശ്യമുള്ളതാണ്. ഈ മസ്തിഷ്കത്തെ തന്നെ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നത് മസ്തിഷ്കത്തിന് ഒരുപാട് ഊർജം ആവശ്യമുള്ള കാര്യമായതുകൊണ്ട് നമ്മുടെ മസ്തിഷ്കം അതിനെയും തടഞ്ഞിട്ട് നിങ്ങൾ പഴയതുപോലെ തന്നെ ദൈവത്തിലും ഒക്കെ വിശ്വസിച്ചോളൂ, പ്രേതത്തിലും ഭൂതത്തിലും ജിന്നിലും ഒക്കെ വിശ്വസിച്ചോളൂ എന്ന് നമ്മുടെ മസ്തിഷ്കം നമ്മളോട് പറയുകയാണ്. കാരണം ഊർജം ലാഭിക്കാനും അതിജീവനത്തിനും അധികം മെനക്കെടാതെ ജീവിച്ചു പോകാനും അതാണ് നല്ലത് എന്ന് നമ്മുടെ മസ്തിഷ്കം നമ്മളോട് പറയുന്നു. അപ്പോൾ ഈ മസ്തിഷ്കം പറയുന്നു എന്നതുകൊണ്ട് അത് വസ്തുതയാണോ അല്ലേ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഈ മസ്തിഷ്കത്തിൻ്റെ സിസ്റ്റം 2 ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണം. ഈ സിസ്റ്റം 2 ഉപയോഗിക്കാൻ ബഹുഭൂരിപക്ഷം ആളുകളും തയ്യാറല്ല. കാരണം അത് കുറച്ച് മെനക്കെടുള്ള കാര്യമാണ്, കുറച്ച് ഊർജം വേണ്ട കാര്യമാണ്. നമ്മുടെ മസ്തിഷ്കം തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തും. ഇതാണ് അധികം ആളുകളും അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. ഇനി ആൾദൈവങ്ങളും കൾട്ട് ലീഡേഴ്സും ഉണ്ടാവുന്നത്, നേതാക്കന്മാരുണ്ടാകുന്നത്, ഈ നേതാക്കന്മാർക്ക് ചുറ്റും കുഞ്ഞാടുകളെപ്പോലെ അനുയായികൾ വന്നു കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇതേ കാരണം കൊണ്ടാണ്. കാരണം മനുഷ്യൻ സംഘജീവിയാണ്, ചെറിയ സംഘങ്ങളായി ജീവിച്ച് ശീലിച്ച ഒരു ജീവിയാണ്. അപ്പോൾ നമ്മുടെ ഒരു ജനിതക ഘടന എന്ന് പറയുന്നത് ചെറിയ സംഘജീവിതത്തിന് പര്യാപ്തമാകുന്ന രീതിയിലാണ് രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മസ്തിഷ്കവും രൂപപ്പെട്ടു വന്നിട്ടുള്ളത് ചെറിയ സംഘജീവിതം നയിക്കാനാണ്. ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ചെറിയ കൂട്ടങ്ങളായി മാത്രം അതിജീവനം സാധ്യമാക്കുന്നതിന് വേണ്ട ഒരു മസ്തിഷ്കമാണ് നമുക്ക് ഇവോൾവ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു മസ്തിഷ്കത്തിന് എപ്പോഴും
ഒന്നുകിൽ ഒരു നേതാവിന് വിധേയരായിരിക്കുക, അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് മറ്റുള്ളവരെ നയിക്കുക. ഈ രണ്ട് പ്രവണത സ്വാഭാവികമായിട്ടും നമ്മുടെ മസ്തിഷ്കത്തിൽ വരും. അതിൽ ഒരു നേതാവായി നയിക്കുക എന്നത് കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിപരമായിട്ടും മറ്റു സിദ്ധികളും കൂടുതലുള്ള ആളുകൾക്ക് നേതാവാനുള്ള ടെൻഡൻസി കൂടുതലുള്ള ആളുകളുണ്ട്. ചില സോഷ്യൽ ഇൻ്റലിജൻസ് കൂടുതലുള്ള ആളുകളാണ് നേതാവാകാനുള്ള പ്രവണത കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് കീഴിൽ ഒരു അനുയായിയായി കുഞ്ഞാടായി ജീവിച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന് വളരെയധികം ആശ്വാസം കിട്ടും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മസ്തിഷ്കത്തിന് പിന്നെ സ്വന്തമായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഏത് വിഷയത്തിലും കൾട്ട് ലീഡർ അല്ലെങ്കിൽ നേതാവ്, ഗോത്ര നേതാവ് എന്ത് പറയുന്നോ അത് നമ്മൾ അങ്ങ് അനുസരിച്ചാൽ മതി. നമ്മളായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മളായിട്ട് അത് ശരിയോ തെറ്റോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല, വലിയ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മുടെ തലച്ചോറ് പുണ്ണാക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പമാണ്. നമുക്കൊരു നേതാവുണ്ട്, ആ നേതാവ് പറയുന്നത് അനുസരിച്ചാൽ മതി. ആ നേതാവ് പറയുന്നതെല്ലാം ശരിയായിരിക്കുമെന്ന് നമ്മൾ ഒരു മുൻവിധിയായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ അവിടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കാര്യം വളരെ ഈസിയാണ്. അതിജീവനം വളരെ എളുപ്പമാണ്. മസ്തിഷ്കത്തിനും വളരെ ആശ്വാസമാണ്. കുറഞ്ഞ ഊർജം കൊണ്ട് ജീവിച്ചു പോവാം. അപ്പോൾ മനുഷ്യൻ്റെ ഈ ചെറിയ ഗോത്ര സംഘ ജീവിതത്തിൻ്റെ അതിജീവനത്തിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു മസ്തിഷ്ക അനുകൂലനമാണ് ഈ കൾട്ട് നേതാവിൻ്റെ കീഴിൽ, അതല്ലെങ്കിൽ ഒരു ഗോത്ര നേതാവിൻ്റെ കീഴിൽ അണിനിരക്കുക എന്നത്. ആ പ്രവണതയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഒരു നേതാവ് ചെയ്യുന്നതും പറയുന്നതും ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളുടേതായ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രമായി പരിശോധിച്ച് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അംഗീകരിക്കുക. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ്, മെനക്കെട്ട പണിയാണ്. അവിടെ സെൽഫ് റെസ്പെക്റ്റുള്ള സ്വന്തമായി വ്യക്തിത്വമുള്ള സ്വതന്ത്ര വ്യക്തികൾ ആവുക എന്നതാണ് സ്വതന്ത്ര ചിന്തകരാവുക എന്നതിൻ്റെ ഒരു റിസൾട്ട്. പക്ഷേ സ്വതന്ത്ര ചിന്തകർ എന്ന് പറഞ്ഞ് കൂട്ടം കൂടുന്ന ആളുകളൊന്നും അങ്ങനെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് വ്യക്തിപരമായി സ്വതന്ത്രരാവാൻ വേണ്ടിയിട്ട്, ചിന്താപരമായിട്ട് സ്വതന്ത്രരാവാൻ വേണ്ടിയിട്ട് വന്നവരല്ല. അവർ പലരും ജീവിക്കാൻ ഏറ്റവും സുഖകരമായിട്ടുള്ള ഈ ഗോത്ര മസ്തിഷ്കവുമായി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ദൈവമില്ല എന്ന് ബോധ്യപ്പെട്ടാലും അല്ലെങ്കിൽ മതം വേണ്ട എന്ന് ബോധ്യപ്പെട്ടാലും ഈ പഴയ മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബോധ്യപ്പെട്ട ആളുകളുടെ ഒരു ഗോത്രമുണ്ടാക്കി ആ ഗോത്രത്തിന് ഒരു നേതാവിനെ കണ്ടെത്തി ആ നേതാവ് എല്ലാം പഠിച്ചോളും, ആ നേതാവ് എല്ലാം പറഞ്ഞോളും, നമുക്കതനുസരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതാണ് മസ്തിഷ്കപരമായിട്ടുള്ള അതിജീവന യുക്തി എന്ന് പറയുന്നത്. അത് മസ്തിഷ്കത്തിൻ്റെ ഈ സിസ്റ്റം 1 എപ്പോഴും സിസ്റ്റം 2വിനേക്കാൾ മുന്നിൽ നിൽക്കുന്നു എന്നതുകൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ ആൾദൈവങ്ങളെ കെട്ടിപ്പിടിക്കാൻ പോകുന്നത് നമുക്കറിയാം. നല്ല വിദ്യാഭ്യാസമുള്ള ശാസ്ത്രബോധമുള്ള സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകളടക്കം അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾദൈവങ്ങളെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു. അതുപോലെ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുമ്പോൾ തിരുപ്പതിയിൽ പോയി തേങ്ങ ഉടയ്ക്കുന്നു. ഇതൊക്കെ ഈ പറഞ്ഞ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതായത് അവിടെ ശാസ്ത്രബോധം കൊണ്ട് നമ്മൾ വളരെ ബുദ്ധിമുട്ടി ഊർജം ചെലവഴിച്ച് നമ്മൾ ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്തി ആ വിദ്യ പ്രയോഗിക്കുമ്പോൾ നമ്മുടെ പഴയ മസ്തിഷ്കം നമ്മളോട് പറയുന്നത് അത് ഫലപ്രദമായിട്ട് അങ്ങോട്ട് എത്തിക്കുന്ന പണി ദൈവത്തിനാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും തേങ്ങ ഉടച്ചു കൊടുത്താൽ അതവിടെ മര്യാദക്ക് എത്തുള്ളൂ എന്ന് ആ പഴയ മസ്തിഷ്കം ഇവരോട് പറയുകയാണ്. ആ പഴയ മസ്തിഷ്കത്തെ പുതുക്കുക എന്ന ഒരു പ്രക്രിയ ഈ ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇല്ല. കാരണം ശാസ്ത്ര വിഷയങ്ങളിൽ കുറേ മെനക്കെടണം, കുറേ ഊർജ്ജം ചിലവാക്കണം. എന്നാൽ പിന്നെ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ മറ്റു വിഷയങ്ങളിലെങ്കിലും നമുക്ക് ഈ സിസ്റ്റം 1 ഉപയോഗിച്ച് ഷോർട്ട് കട്ടിലൂടെ പോയാൽ അത്രയും ഊർജ്ജ ലാഭമാണല്ലോ എന്നാണ് ഈ സയൻറ്റിസ്റ്റിൻ്റെ മസ്തിഷ്കം പറയുന്നത്. അതുകൊണ്ട് മസ്തിഷ്കത്തിൽ ഈ രണ്ടും കിടക്കുകയാണ്. പാരമ്പര്യമായി കിട്ടിയ അന്ധവിശ്വാസവും കിടക്കുന്നു, അയാൾ മെനക്കെട്ട് നേടിയിട്ടുള്ള ശാസ്ത്രബോധവും കിടക്കുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട്, ഇത് രണ്ടിനെയും കൂടെ അനലൈസ് ചെയ്തുകൊണ്ട് ജീവിതം തന്നെ ശാസ്ത്രബോധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെയധികം ഊർജം ആവശ്യമുള്ള, മെനക്കെട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ശാസ്ത്രജ്ഞനാണ് എന്നതുകൊണ്ട് അയാൾക്ക് എല്ലാ കാര്യങ്ങളിലും സമഗ്രമായ ശാസ്ത്രബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അയാളുടെയും തലയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് ഈ പഴയ ഗോത്ര മസ്തിഷ്കം തന്നെയാണ്. അതാണ് അതിൻ്റെ കാരണം. ഇനി ഏറ്റവും
പ്രധാനപ്പെട്ട മൂന്നാമത്തെ വിഷയം, എന്തുകൊണ്ടാണ് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ സ്വതന്ത്ര ചിന്തകർ ഭിന്നമായ അഭിപ്രായങ്ങൾ പറയുകയും അതിൻ്റെ പേരിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ പേരിൽ ഭിന്നിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നത്? ഇത് പല ആളുകളും വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പല ആളുകളും ഈ ഭിന്നിപ്പ് കണ്ട് വേദനിച്ചുകൊണ്ട്, അയ്യോ നിങ്ങളിങ്ങനെ ഒന്നിച്ച് നിൽക്കുന്നതിന് പകരം നിങ്ങളിങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോയ്ക്ക് താഴെ പോലും അത്തരത്തിലുള്ള കമൻറ്റുകളുമായിട്ട് നമ്മളെ അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് വാട്സപ്പിലും ഫോണിലും ഒക്കെ ചില ആളുകൾ വിളിച്ചിട്ട് അത്തരത്തിലുള്ള നിഷ്കളങ്കമായ അഭിപ്രായം പറയുന്നുണ്ട്. നിങ്ങളെന്തിനാണ് ഇങ്ങനെ നമ്മൾക്കിടയിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പുറത്ത് പറയുന്നത് എന്ന്. അതിൻ്റെ കാരണം, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പറയുന്നതിൻ്റെ കാരണം ഞാൻ പിന്നീട് പറയാം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെയും ഇത് തന്നെയാണ് പ്രശ്നം, മസ്തിഷ്കം തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ ഒരു സാമൂഹികമായ വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ 2 2 4 എന്ന് കണക്ക് കൂട്ടുന്നത് പോലെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. സാമൂഹിക വിഷയം എന്ന് പറയുന്നത് ഒരുപാട് സങ്കീർണതകളുള്ളൊരു വിഷയമാണ്. വൈശാഖൻ തമ്പി അതിനെക്കുറിച്ച് വളരെ വിശദമായ നല്ല ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ സാമൂഹിക വിഷയങ്ങളുടെ സങ്കീർണത എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കൽ തന്നെ വളരെ സങ്കീർണമാണ്. സാമൂഹിക വിഷയങ്ങൾ ലളിതമല്ല, സങ്കീർണമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത് മനസ്സിലാക്കൽ പോലും വളരെ സങ്കീർണമാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ചില ഉദാഹരണങ്ങളിലൂടെ അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ യുക്തിവാദികൾക്കിടയിൽ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്ന ചില വിഷയങ്ങൾ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പറഞ്ഞു, ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെയും പ്രവേശിപ്പിക്കുന്നതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അത് ഒരു സാമൂഹികമായ മുന്നേറ്റത്തിൽ പുരോഗതിയിലേക്കുള്ള ഒരു പാതയിൽ അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ശബരിമലയിൽ ആരാധനയ്ക്കാണെങ്കിൽ പോലും, അത് ദൈവവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും, അവിടെ സ്ത്രീകൾ കൂടി പ്രവേശനം ലഭിക്കണം എന്ന കോടതി വിധിയെയും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും നമ്മൾ ആ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണം എന്ന പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് സ്വതന്ത്ര ചിന്തകർ പറഞ്ഞപ്പോൾ, ശബരിമല തന്നെ ഒരു അന്ധവിശ്വാസമാണ്, അവിടെ ദൈവത്തിനെ ആരാധിക്കാനല്ലേ പോകുന്നത്, അവിടെ ആണുങ്ങൾ പോകുന്നത് തന്നെ വേണ്ടാന്ന് പറയുന്നത്, നമ്മൾ പിന്നെ പെണ്ണുങ്ങളും കൂടെ പോകണം എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ എന്ന വേറെ ഒരു ലളിത യുക്തി അവിടെ സ്വതന്ത്ര ചിന്തകർക്കിടയിൽ ഉണ്ടായി. വളരെ സ്വാഭാവികമാണ്. ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം 1ഉം സിസ്റ്റം 2 ആണ്. സിസ്റ്റം 2 വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആരാധനാ പ്രശ്നമാണെങ്കിലും ദൈവവിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ പേരിലാണെങ്കിലും സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നൽകുക എന്നത് സാമൂഹികമായി മറ്റൊരു കോണിൽ നിന്ന് നോക്കുമ്പോൾ പുരോഗമനപരമായ ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് പിന്തുണ നൽകുകയാണ് വേണ്ടത് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ എന്താണ് അത് പുരോഗമനപരമാകുന്നത് എന്ന് വളരെയധികം വിശദീകരിച്ചാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ പാട്രിയാർക്കി എന്താണ് എന്ന് പറയണം, ആ പാട്രിയാർക്കിയുടെ ദൂഷ്യങ്ങൾ എന്താണെന്ന് പറയണം, ആ പാട്രിയാർക്കി എങ്ങനെയാണ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ വന്നുപെട്ടത് എന്നതിൻ്റെ ചരിത്രം പറയണം, ആ പാട്രിയാർക്കിയിലുള്ള നന്മ തിന്മകളെ നമ്മൾ വിശകലനം ചെയ്യണം. ആ പാട്രിയാർക്കിയിൽ നിന്ന് ഒരു സ്ത്രീ പുരുഷ സമത്വം എന്ന ഒരു സാമൂഹിക ചിന്തയിലേക്ക് സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ്, സ്റ്റെപ്പായിട്ട് അതിന് എന്തെല്ലാം നടപടികളാണ് ഉണ്ടാവേണ്ടത്, നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ എങ്ങനെയാണ് കയറേണ്ടത്, നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം തുടങ്ങി ഒരുപാട് വിഷയങ്ങളെ വളരെ സങ്കീർണമായി വിശകലനം ചെയ്താൽ മാത്രമേ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ യുക്തിവാദികൾ പിന്തുണയ്ക്കണോ വേണ്ടേ എന്ന വിഷയത്തിൽ ഒരു അഭിപ്രായം രൂപീകരിക്കാൻ കഴിയുള്ളൂ. അവിടെ അത് അന്ധവിശ്വാസമല്ലേ, അത് ദൈവവിശ്വാസമല്ലേ, നമ്മൾ ദൈവത്തിനെതിരായി ചിന്തിക്കുന്നവരല്ലേ, പിന്നെ നമ്മൾ എന്തിനതിൻ്റെ പിന്നാലെ പോകുന്നു എന്ന ചിന്ത വളരെ ലളിതമാണ്.
അവിടെ സിസ്റ്റം 1 പ്രവർത്തിച്ചാൽ മതി മസ്തിഷ്കത്തിന്. മറ്റേത് വളരെ സങ്കീർണമായ ചിന്തകളിലൂടെ കടന്നു പോവുക എന്നത് നമ്മുടെ മസ്തിഷ്കം ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം അതിന് കൂടുതൽ ഊർജം വേണം. അതുകൊണ്ട് എളുപ്പത്തിൽ ഷോർട്ട് കട്ടിലൂടെ പ്രശ്നം പരിഹരിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് അതിജീവനത്തിന് നല്ലത് എന്ന് നമ്മുടെ മസ്തിഷ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വതന്ത്ര ചിന്ത, ദൈവത്തിൻ്റെ കാര്യത്തിൽ സ്വതന്ത്ര ചിന്ത പറഞ്ഞ് ദൈവത്തിന് നിഷേധിക്കുന്ന ആളുകളും അവരുടെ പഴയ മസ്തിഷ്കം ഉപയോഗിച്ചുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഷോർട്ട് കട്ടിലേക്ക് പോകുന്നത് മസ്തിഷ്കത്തിൻ്റെ ഈ ഒരു സ്വഭാവം കാരണമാണ്. മറ്റൊരുപാട് കാരണങ്ങളും സങ്കീർണതകളും ഉണ്ട്. പക്ഷേ അതിൻ്റെ മസ്തിഷ്കപരമായ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങളിൽ മുഖ്യമായ ഒന്ന് അതാണ്. അതുപോലെ തന്നെ നമ്മൾ സാമൂഹികമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിനേക്കാളും സങ്കീർണമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ, ആ ജാതി വ്യവസ്ഥയിൽ നിന്ന് മാറി നമ്മളൊരു തുല്യതയുടെ സമൂഹം സൃഷ്ടിക്കുക എന്ന ആശയം, ആ തുല്യതയുടെ സമൂഹം സൃഷ്ടിക്കാൻ നമ്മൾ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച കാര്യങ്ങൾ, ഇതെല്ലാം വളരെ സങ്കീർണമാണ്. അതുകൊണ്ടാണ് ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ട് ചിന്തിക്കുകയും അതിനെതിരായിട്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുകയും സംവരണം പോലുള്ള കാര്യങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി സംവരണം പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യത്തെ നമ്മൾ കേവലം അത് ജാതിയല്ലേ, ജാതി നമ്മൾ വേണ്ടാന്ന് പറയുന്നതല്ലേ, പിന്നെ എന്തിന് നമ്മൾ ജാതി പറഞ്ഞുകൊണ്ട് സംവരണവും ജാതിക്കോളം വെച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നത്, അത് നമ്മളുടെ അടിസ്ഥാന സിദ്ധാന്തത്തിനെതിരല്ലേ എന്ന വാദം ഒരു ഭാഗത്ത്. വളരെ സിമ്പിളാണ് ആ വാദം. ആ സിമ്പിളായ വാദത്തിലേക്ക് പോകാനാണ് സിസ്റ്റം 1 മസ്തിഷ്കം എല്ലാവരോടും പറയുക. അതുകൊണ്ടാണ് കുറേ ആളുകൾ പറഞ്ഞത് ശരിയാണല്ലോ, സംവരണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ജാതിക്കെതിരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജാതി വിരുദ്ധതയ്ക്കെതിരല്ലേ ഈ സംവരണം, അതുകൊണ്ട് നമ്മൾ സംവരണത്തെ അനുകൂലിക്കേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ വരും. എന്നാൽ സംവരണത്തെ അങ്ങനെയൊന്നുമല്ലാതെ അതിൻ്റെ സാമൂഹിക സങ്കീർണതകളെ എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് സമൂഹം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും സമൂഹത്തിൽ തുല്യത എന്ന ആശയം എങ്ങനെയാണ് പ്രായോഗികമാക്കുക എന്നത് സംബന്ധിച്ചും ഒക്കെയുള്ള വളരെ സങ്കീർണമായ സാമൂഹിക വിഷയങ്ങളുടെ നൂലാമാലകളിലൂടെ കടന്ന് ചിന്തിക്കുമ്പോൾ മാത്രമേ സംവരണം ഒരു പുരോഗമനപരമായ ആശയമാണ് എന്ന് ഒരാളുടെ മസ്തിഷ്കത്തിന് ബോധ്യപ്പെടുകയുള്ളൂ. ഞാൻ പോലും അങ്ങനെയുള്ള ഒരുപാട് നീണ്ട പ്രക്രിയയിലൂടെയാണ് സംവരണത്തിൻ്റെ ഒരു സാധുതയെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രസക്തിയെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിനു മുമ്പ് ഞാനും ഈ ഷോർട്ട് കട്ടിലൂടെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. സംവരണം ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മുടെ വിഷയമല്ല, പക്ഷേ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ തന്നെ ഫെമിനിസത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സ്ത്രീയും പുരുഷനും തുല്യമാണ് എന്ന് നമ്മൾ പറയുന്ന ഒരാശയം, അതിനാണ് പൊതുവിൽ ഫെമിനിസം എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോൾ അത് തുല്യരൊന്നല്ലല്ലോ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി വെക്കാൻ നമുക്കവിടെ ഒരു ഭാര്യ ഉണ്ടാവുക എന്നത് നല്ലൊരു സൗകര്യമാണ്. പൂമുഖവാതിൽക്കൽ പുഞ്ചിരി തൂയിക്കൊണ്ട് ചായക്കോപ്പയും കൊണ്ടൊരു ഭാര്യ നമ്മുടെ വീട്ടിൽ നമ്മൾ ജോലി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് വലിയ സൗകര്യമുള്ളൊരു കാര്യമാണ് എന്ന് ഈ പാട്രിയാർക്കിയുടെ പ്രിവിലേജിൽ ജീവിക്കുന്ന, പാട്രിയാർക്കിയുടെ പ്രിവിലേജ് അനുഭവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ അതിജീവനത്തിന് ഏറ്റവും സുഖകരമായിട്ടുള്ള സഹായകരമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്നതോടുകൂടി നമ്മളെ കുടുംബജീവിതത്തിൻ്റെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും നമ്മുടെ അനുഭവിച്ചു പോരുന്ന സൗകര്യങ്ങളുടെയും എല്ലാം ബാലൻസ് തെറ്റും. അപ്പോൾ അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് പിന്നീട് മാറും. തുല്യത വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, തുല്യത ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം സിസ്റ്റം ഇന്നുള്ള ബാലൻസ് തെറ്റും. പക്ഷേ ഈ ബാലൻസ് തെറ്റൽ നമ്മൾ നീതി എന്ന് പറയുന്ന, സാമൂഹ്യ നീതി എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ബാലൻസ് തെറ്റിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് നമ്മൾ സിസ്റ്റം 2 വർക്ക് ചെയ്യണം. നമ്മളുടെ ഉള്ളിലുള്ള എമ്പതി അല്ലെങ്കിൽ മനുഷ്യപ്പറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ ഇന്നലെ വിശദീകരിച്ച അതും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷനുള്ള പ്രിവിലേജുകളൊന്നും സമൂഹത്തിൽ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മസ്തിഷ്കം ഒരുപാട് പണിയെടുത്തെങ്കിലേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ ആ സിസ്റ്റം തന്നെയാണ് ശരിയെന്നാണ് നമ്മുടെ മസ്തിഷ്കം പറയുക. ആ സിസ്റ്റത്തിൻ്റെ കൂടെ നാടോടുമ്പോൾ നടുവേ ഓടലാണ് അതിജീവനത്തിന് നല്ലത് എന്നാണ് നമ്മുടെ മസ്തിഷ്കം പറയുന്നത്.
അതല്ലാതെ ആ ഒഴുക്കിന് എതിരായിട്ട് നീങ്ങുകയോ നാടോടുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക് മാറി പുറകോട്ട് ഒഴുകുകയോ ചെയ്യുന്നത് അതിജീവനത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് ഒരു മൊത്തം പാട്രിയാർക്കിയിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹത്തിൽ പാട്രിയാർക്കിയലായിട്ട് അങ്ങനെയാണ് പോവുക. അതിനനുസരിച്ച് പെണ്ണുങ്ങളും ആണുങ്ങളും അങ്ങനെയാണ് നീങ്ങിപ്പോകുന്നതാണ് അതിജീവനത്തിന് നല്ലത്. അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത തുല്യത, നീതി എന്നൊക്കെ പറഞ്ഞിട്ട് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം നമ്മളോട് പറയുന്നത് അതിനൊന്നും പോകണ്ട, മെനക്കെടണ്ട, ഊർജ്ജം കുറേ ചിലവാക്കണം എന്ന് പറയും. അതുകൊണ്ടും പിന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഈ എമ്പതി, മനുഷ്യൻ്റെ തുല്യത എന്നത് നമ്മുടെ ഒരു ധാർമ്മിക മൂല്യത്തിൻ്റെ അടിസ്ഥാന ശിലയായി മാറാത്തിടത്തോളം കാലം ഇതൊന്നും നമ്മൾ നമ്മുടെ ചിന്താ വിഷയമായി സ്വീകരിക്കാൻ പോലും തയ്യാറാവില്ല. കാരണം നമ്മുടെ മസ്തിഷ്കം പറയുന്നത് നിങ്ങൾ ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോകണ്ട, നിങ്ങളിവിടെ ഇപ്പോൾ ജീവിച്ചു പോകുന്ന മാതിരി സുഖമായിട്ട് ജീവിച്ചാൽ മതി എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഫെമിനിസം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അപസ്മാരം ഇളകുന്നത്. അതുപോലെ മനുഷ്യൻ്റെ തുല്യത എന്നൊന്നും ചില ആളുകളുടെ ചിന്തയിൽ വരാത്തത് അതുകൊണ്ടാണ്. പിന്നെ ഒരാൾ സമൂഹത്തിൽ അനുഭവിച്ചു വന്ന നമ്മുടെ ഒരു ഹയറാർക്കിയൽ സൊസൈറ്റിയാണ് ഇന്ത്യയിലുള്ളത് എന്നുള്ളത്, ഇന്ത്യയിൽ നല്ല പൊതുവിൽ ലോകത്തുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഹയറാർക്കിയിൽ നിന്ന് തുല്യത എന്ന ലിബറലിസം എന്ന ആശയത്തിലേക്ക് സമൂഹം ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ് ലോകത്തെല്ലായിടത്തും. ഇന്ത്യയിലാകട്ടെ ഇപ്പോഴും അതിഭീകരമായ ജാതി വ്യവസ്ഥയുടെയും മറ്റും ഹയറാർക്കി നിലനിൽക്കുന്നു, പാട്രിയാർക്കി നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ഈ തുല്യതയില്ലാത്ത തട്ടുതട്ടായി ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു വളരെ വൃത്തികെട്ട ഒരു സോഷ്യൽ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ സിസ്റ്റത്തിനുള്ളിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജനിച്ചത് ഏത് ഹയറാർക്കിയൽ സ്റ്റെപ്പിലാണോ അതിൻ്റെ പ്രിവിലേജുകളെല്ലാം അനുഭവിച്ചാണ് നമ്മൾ ജീവിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രിവിലേജുകൾ വിട്ട് അതിൻ്റെ താഴേക്കുള്ള മനുഷ്യരും നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് എന്ന് ചിന്തിക്കാനുള്ള എമ്പതി, അങ്ങനെ ചിന്തിക്കാനുള്ള മസ്തിഷ്ക പ്രവർത്തനം, ഇതൊക്കെ വളരെ സങ്കീർണമാണ്. അതൊന്നും നമ്മുടെ മസ്തിഷ്കം ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമ്മൾ ഏത് പ്രിവിലേജ് അനുഭവിച്ചാണോ ജീവിച്ചത് ആ പ്രിവിലേജിൽ പോകാനാണ് നമുക്ക് താല്പര്യം. അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അതിൻ്റെ താഴേക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ എമ്പതി വർക്ക് ചെയ്യുന്ന ഒരാളിൽ എങ്ങനെയാണത് വരിക? എമ്പതി എന്ന് പറഞ്ഞാൽ തന്മയീഭാവമാണ്. സഹാനുഭൂതിക്കൊപ്പം തന്മയീഭാവം കൂടെ വരുമ്പോഴാണ് എമ്പതി എന്ന് പറയുന്നൊരു വികാരമുണ്ടാകും. എന്ന് വെച്ചാൽ അതു ഞാനായിരുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അതു ഞാനായിരുന്നെങ്കിൽ എന്ന് ഏതൊരു അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് എമ്പതി ഉള്ളൂ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ജാതീയമായിട്ട് ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരാളെ നോക്കിയിട്ട് അത് ഞാനായിരുന്നെങ്കിൽ എന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രിവിലേജ്ഡ് പൊസിഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജാതി വ്യവസ്ഥ എത്രത്തോളം അനീതിയാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് ഞാൻ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് മേലോട്ട് മാത്രം ചിന്തിക്കുകയും താഴെ എന്തു തന്നെ ആയാലും അത് എൻ്റെ പ്രശ്നമല്ല എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ താഴെ ജാതിപരമായിട്ടോ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലോ ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ അവിടെ നിന്ന് നമ്മളുടെ അടുത്തേക്കെങ്കിലും എത്തണം എന്നത് നമ്മുടെ വിഷയം ആവുകയില്ല എമ്പതി ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ മസ്തിഷ്കം എപ്പോഴും അത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാണ്, മെനക്കെടാണ് എന്നാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മസ്തിഷ്കത്തിന് ഊർജ്ജം ചെലവഴിക്കാൻ വലിയ മടിയാണ്. ആ മടി കാരണമാണ് മസ്തിഷ്കം ഇത്തരം വിഷയങ്ങളിലൊന്നും ഇടപെടാൻ നമ്മളെ അനുവദിക്കാത്തത്. അതാണ് അതിൻ്റെ ഒരു കാരണം. ഇനി ഇപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഞാൻ ഈ പറഞ്ഞത് തന്നെ, ആ കാരണം തന്നെയാണ് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഈ പുസ്തകം വായിച്ചിട്ടും എനിക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു, മെനക്കെട്ട് ഇത് വായിക്കാൻ ഞാൻ മടിക്കുന്നു എന്നത് എന്തുകൊണ്ടാണ് എന്നത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അതാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു സ്വഭാവം. നമുക്ക് ഏറ്റവും എൻ്റർടൈനബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. അധികം ബുദ്ധിയൊന്നും ഉപയോഗിക്കാതെ, അധികം ഊർജ്ജമൊന്നും ചെലവഴിക്കാതെ, അധികം ചിന്തയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് കേട്ടാലും കണ്ടാലും ചിരിക്കാനും ആസ്വദിക്കാനും കഴിയുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ കുറേ ബുദ്ധി ഉപയോഗിച്ച്, കുറേ ചിന്തിച്ച്, കുറേ സങ്കീർണമായ വിഷയങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ ശരിതെറ്റുകളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അറിവ് നേടുക എന്നതൊക്കെ വളരെ മെനക്കെട്ട കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ആളുകളും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് പരദൂഷണം പറയുന്ന തരത്തിലുള്ള വീഡിയോകൾ, അതുപോലെ നമുക്ക് ഇക്കിളി തോന്നുന്ന തരത്തിലുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചാനലുകളിൽ പോയാൽ അവിടെ മില്യൺ കണക്കിനാണ് വ്യൂസും ലൈക്കുകളും നമ്മൾ കാണുന്നത്. അത്തരം വീഡിയോകൾ പടച്ചുണ്ടാക്കുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നു.
കാരണം ആ വീഡിയോകൾ പടച്ചുണ്ടാക്കാനും വലിയ ബുദ്ധിമുട്ടില്ല, ആ വീഡിയോകൾ നോക്കിയിരുന്ന് രസിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വീഡിയോകളൊക്കെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ, സങ്കീർണമായ കാര്യങ്ങളിലൂടെ പോയി അറിവ് നേടാനൊക്കെ താല്പര്യമുള്ള ഒരു ചെറിയ ന്യൂനപക്ഷ ആളുകൾ മാത്രമേ അത്തരം വീഡിയോകളുടെ താഴെ വന്നിട്ട് അത് കാണുകയും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോകൾ വെച്ച് തന്നെ ഈ വിഷയത്തെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. ഞാൻ വെറുതെ വന്നിരുന്നിട്ട് ചറപറ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മറ്റുള്ളവർ കേട്ടാൽ രസിക്കുന്ന, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം മതത്തെയൊക്കെ കുറ്റം പറയുന്നു, പ്രവാചകനെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ സുഡാപ്പികളെ കുറ്റം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ പെട്ടെന്ന് വന്നിട്ട് അധികം റെഫറൻസ് ഒന്നും ഇല്ലാതെ ചറപറ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടാക്കി അധികം എഡിറ്റ് ചെയ്യാനും അധികം ഒന്നും മെനക്കെടാതെ പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് താഴെ ഒറ്റ ദിവസം കൊണ്ട് 20,000 30,000 ആളുകൾ ആ വീഡിയോ കണ്ടതായിട്ട് വ്യൂസ് വരുന്നു. അതേ സമയത്ത് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി ഒരുപാട് പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ദിവസങ്ങളോളം എടുത്ത് വായിക്കാനും റെഫർ ചെയ്യാനും ആഴ്ചകളോളം എടുത്തിട്ട് ഏതെങ്കിലും ഒരു സങ്കീർണമായ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ വീഡിയോ വന്ന് ആഴ്ചകൾ കഴിഞ്ഞാലും അത് വ്യൂസ് 10,000 തികയാൻ തന്നെ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ ഏത് തരം വീഡിയോസിനാണ് വ്യൂസ് കൂടുതലുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മസ്തിഷ്കത്തിൻ്റെ സ്വഭാവം അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. പെട്ടെന്ന് കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് പോകാവുന്ന തരത്തിലുള്ള പൈങ്കിളി വിഷയങ്ങളോ പരദൂഷണം പോലുള്ള വിഷയങ്ങളോ ഒക്കെ ആണെങ്കിൽ വളരെ കൂടുതൽ വ്യൂസ് കിട്ടും, പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടും, നമുക്ക് പൈസയും കിട്ടും. ഇപ്പം ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പണ്ട് മംഗളം വാരിക എന്ന് പറഞ്ഞിട്ടൊരു വാരിക ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ പ്രസക്തമല്ല. എങ്കിലും എൻ്റെയൊക്കെ ഒരു യൗവന കാലത്ത് മലയാളികളുടെ ഒരു വായന രംഗത്തെ ഒരു ഇത് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. മംഗളം വാരിക 30 ലക്ഷം 50 ലക്ഷം വരെ കോപ്പികളാണ് അച്ചടിച്ച് ഓരോ ആഴ്ചയിലും വിതരണം ചെയ്തിരുന്നത്. ഏത് വീട്ടിൽ പോയാലും ഏതൊരാളുടെ കയ്യിലും, ആണിൻ്റെയും പെണ്ണിൻ്റെയും കയ്യിലും മംഗളം വാരിക ഉണ്ടാവും. ഏത് കടയിൽ പോയാലും മംഗളം വാരിക തൂങ്ങിക്കിടക്കുന്നതാണ്. അങ്ങനെ മംഗളം വാരിക മലയാളികളുടെ വായനയുടെ ഏറ്റവും ടോപ്പിൽ നിന്നിരുന്നൊരു കാലമുണ്ട്. ആ കാലഘട്ടത്തിലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഇറക്കുന്നുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 10,000 കോപ്പി പോലും ഇറങ്ങിയിരുന്നില്ല ആ കാലഘട്ടത്തിൽ. ഈ 50 ലക്ഷം വരെ മംഗളം ഇറങ്ങിയിരുന്ന കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് 10,000 കോപ്പിയോ ഇതിൽ താഴെയാണ് അച്ചടിച്ചിരുന്നത്. അതുപോലെ ഭാഷാപോഷിണി എന്ന് മനോരമ വീക്കിലി ലക്ഷക്കണക്കിന് കോപ്പി അടിച്ചിറക്കിയിരുന്നപ്പോൾ അവരുടെ തന്നെ ഭാഷാപോഷിണി വെറും 1000കണക്കിന് കോപ്പികൾ മാത്രം അടിച്ചാലും അത് വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ മംഗളം വായന എന്ന് പറയുന്നത് ഇക്കിളി വായനയാണ്. ആളുകൾ അതാണ് ഇഷ്ടപ്പെടുന്നത്. ഭാഷാപോഷിണി വായനയും മാതൃഭൂമി വീക്കിലി വായനയും എന്ന് പറയുന്നത് കുറച്ചുകൂടെ മെനക്കെട്ട് വായിക്കുന്ന ആൾക്കാർക്ക് മാത്രം, അതായത് സിസ്റ്റം 2 മസ്തിഷ്കത്തിലെ സിസ്റ്റം 2 അത്യാവശ്യം ഉപയോഗിക്കുന്നവർക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ മസ്തിഷ്കം സിസ്റ്റം 2 ഉപയോഗിച്ചുകൊണ്ട് മാത്രം വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സാഹിത്യകൃതികൾക്കും വാരികകൾക്കും ഒക്കെ വായനക്കാർ വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് മസ്തിഷ്കത്തിലെ സിസ്റ്റം 1 മാത്രം ഉപയോഗിച്ച് വായിച്ച് രസിച്ച് തള്ളാവുന്ന പൈങ്കിളി വാരികകൾക്ക് വായനക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഇതുതന്നെയാണ് യൂട്യൂബ് ചാനലിലെ പ്രശ്നം. ഇതുതന്നെയാണ് ഇന്നത്തെ സ്വതന്ത്ര ചിന്താരംഗത്തെയും പ്രശ്നം. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളുടെ സങ്കീർണതയിലേക്ക് പോകാനോ അതല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളുടെ സങ്കീർണതയിലേക്ക് പോകാനോ അത്തരത്തിലൊന്നും മെനക്കെടാതെ ഏതെങ്കിലും ഒരാളെ നേതാവായി തിരഞ്ഞെടുത്തിട്ട് അയാൾ പറയുന്നത് എന്തോ അത് ശരി എന്ന് വിശ്വസിച്ച് ഒരു കൾട്ട് പോലെ പോകുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗം എന്നത് നമ്മുടെ മസ്തിഷ്കപരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ആ അവസ്ഥ യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകർ അല്ലെങ്കിൽ നാസ്തികർ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ആ അവസ്ഥയിൽ നിന്ന് മനുഷ്യരും മനുഷ്യരുടെ മസ്തിഷ്കവും മോചനം നേടുന്നില്ല. അപ്പോൾ യഥാർത്ഥ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അവർ ഈ സിസ്റ്റം 2 നന്നായി വർക്ക് ചെയ്യുന്നവരായിരിക്കണം. സിസ്റ്റം 1ൻ്റെ പിന്നാലെ മാത്രം പോകുന്നവർക്ക് സ്വതന്ത്ര ചിന്തകരാവാൻ കഴിയില്ല. സങ്കീർണമായ എല്ലാ വിഷയങ്ങളിലും സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുകയും ഒരു നേതാവ് എന്ത് പറയുന്നുവോ അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതിന് പകരം ആരായാലും പറയുന്നത് എന്താണ് എന്ന് നോക്കി അതിൽ തനിക്ക് കൃത്യമായിട്ട് ആ വിഷയത്തെ വിശകലനം ചെയ്തിട്ട് ബോധ്യപ്പെടുന്ന കാര്യം ശരിയാണെന്ന് ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നതാണ് സ്വതന്ത്ര ചിന്തയുടെ രീതി.
ആ രീതി അവലംബിക്കുന്നവർ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ 10%, മറ്റേ രീതി അവലംബിക്കുന്നവർ 90% ആണെങ്കിൽ അതിൻ്റെ കാരണം ഈ പറഞ്ഞ മനഃശാസ്ത്ര കാരണമാണ്, ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട കാരണമാണ്, മനുഷ്യൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട പരിണാമപരമായി കിട്ടിയിട്ടുള്ള ഒരു സിദ്ധിയുടെ പരിമിതികളാണ് അതിന് കാരണം. അതുകൊണ്ട് ഈ സിസ്റ്റം 1 ആണ് ശരിയെന്നോ അല്ലെങ്കിൽ സിസ്റ്റം 2 ആണ് ശരിയെന്നോ അല്ല അഭിപ്രായം. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ശരിയായ രീതി കണ്ടെത്തണമെങ്കിൽ നമ്മൾ മസ്തിഷ്കത്തിലെ സിസ്റ്റം 2 ഉപയോഗിച്ചിട്ട് നന്നായി സ്വതന്ത്രമായി ചിന്തിച്ചാലേ സാധ്യമാകൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതുതന്നെയാണ് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുക, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി പുസ്തകം ഇറക്കുക, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി കലാപരമായ കഴിവുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് പോരാ, സാമൂഹികമായിട്ടുള്ള ഒരു ലക്ഷ്യം കൂടി നമുക്കുണ്ടാവണം. നമ്മുടെ സാമൂഹിക ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ആശയപ്രചരണം നടത്തേണ്ടത് എന്ന വാദം കൂടുതൽ സങ്കീർണവും കൂടുതൽ ഈ പറഞ്ഞ സിസ്റ്റം 2വുമായി ബന്ധപ്പെട്ടതുമാണ്. നേരെ മറിച്ച് നമ്മൾക്കിപ്പോൾ ഇതൊക്കെ വിറ്റിൽ കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പൈങ്കിളി സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റ് നല്ലപോലെ വരുമാനം ഉണ്ടാക്കി സുഖമായി ജീവിക്കുന്നതല്ലേ നല്ലത് എന്ന് ആര് പറയുന്നുണ്ട്? ഭൂരിപക്ഷം ആളുകളും അങ്ങനെ കരുതുന്നുണ്ട്. കാരണം ഭൂരിപക്ഷം ആളുകളുടെയും മസ്തിഷ്കപരമായിട്ടുള്ള ഘടന അതാണ്, എല്ലാവരുടെയും മസ്തിഷ്ക ഘടന അതാണ്. ആ മസ്തിഷ്ക ഘടനയെ മറികടന്നുകൊണ്ട് അതിനപ്പുറത്താണ് സാമൂഹികമായ ഒരു നീതിയുടെ പ്രശ്നമെന്ന് മനസ്സിലാക്കി നമ്മളിവിടെ പൈങ്കിളി പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുകയല്ല വേണ്ടത്, മറിച്ച് സമൂഹത്തിലേക്ക് ശരിയായ ആശയങ്ങൾ പ്രസരിപ്പിച്ച് സമൂഹത്തെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കലാണ് നമ്മുടെ സാമൂഹ്യ ലക്ഷ്യം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ പൈങ്കിളി സാധനങ്ങൾ, ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് ആളുകളെ നമ്മൾ എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ചുള്ള സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇത് കലാരംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ പണ്ട് വലിയ ചർച്ചയായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പോഴും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന യുക്തിവാദികൾക്കിടയിലും ഇതൊക്കെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെയും എൻ്റെ അതിജീവനത്തിന്, എൻ്റെ സുഖജീവിതത്തിന് ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചിന്തിക്കാനാണ് നമ്മുടെ മസ്തിഷ്കം നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാമൂഹിക നൈതികതയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിവെക്കുന്നത് നമ്മളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കല്ല എന്ന് ചിന്തിക്കുന്ന വളരെ കുറച്ച് ആളുകളെ ഈ കൂട്ടത്തിലുള്ളൂ. അത് ഏത് രംഗത്തായാലും, രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും കലാരംഗത്തായാലും ഒക്കെ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറവായിരിക്കാനുള്ള കാരണവും ഇതുതന്നെയാണ്. അപ്പോൾ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ മസ്തിഷ്കപരമായ കാരണം ഇതാണെങ്കിലും സാമൂഹികമായ വിഷയങ്ങൾ സങ്കീർണമായതുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യക്തിപരമായ വിദ്വേഷത്തിൻ്റെയോ അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെയോ പേരിലല്ല എന്നുകൂടി മനസ്സിലാക്കുക. പക്ഷേ ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപക്ഷം അവരുടെ അതിജീവനത്തിനും ഇതേ തന്ത്രമാണ് ഉപയോഗിക്കുക. കാരണം അവരുടെ കൂടെയുള്ള ആളുകളെ വളരെ പെട്ടെന്ന് അവരുടെ പക്ഷത്ത് നിർത്താൻ ഉപയോഗിക്കുന്ന ചില കുറുകൗശലങ്ങളുണ്ട്. അതാണ് എതിരഭിപ്രായം പറയുന്നവരുടെ അഭിപ്രായങ്ങളെ അനലൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം ആ വ്യക്തികളെ ചാപ്പ കുത്തിയിട്ട് അത് സുഡാപ്പിയാണ്, അതല്ലെങ്കിൽ തന്നെ സ്വത്വബോധത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നതിന് ഒരു ആധികാരികത ഇല്ല എന്ന് ഈ കുഞ്ഞാടുകൾ പോലെ ഒഴുകുന്ന ആളുകൾക്ക് പെട്ടെന്ന് തോന്നുകയും അവർ വീണ്ടും അവരുടെ പഴയ അവസ്ഥ തുടരുകയും ചെയ്യും. അതേസമയത്ത് എതിരഭിപ്രായം പറയുമ്പോൾ ആ പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് സ്വയം അനലൈസ് ചെയ്യുകയും അത് അനലൈസ് ചെയ്യാൻ മറ്റുള്ളവരോട് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ വിഷയപരമായിട്ടുള്ള ചർച്ചകളാണ് നടക്കുക. അതല്ലെങ്കിൽ ചാപ്പകുത്തലും വ്യക്തിയധിക്ഷേപങ്ങളിലേക്കും പോകും. ചാപ്പകുത്തലും വ്യക്തിയധിക്ഷേപങ്ങളും ഒക്കെ നടത്തുന്നതാണ് അതിജീവനത്തിന് ഏറ്റവും എളുപ്പം. മസ്തിഷ്കത്തിനും അതാണ് ഇഷ്ടം, കാരണം അത് ഷോർട്ട് കട്ടാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇതാണ് എനിക്ക് ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം എന്ത് എന്ന് സംശയിക്കുന്ന ആളുകളോട് പറയാനുള്ള ഒരു വിശദീകരണം. ഡാനിയൽ കാൻമാൻ ഈ ഒരു വിഷയമാണ് ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്.
ഈ വിഷയത്തിൻ്റെ വളരെ സങ്കീർണമായ എക്കണോമിക്സുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉദാഹരണങ്ങളിലൂടെ മാത്തമാറ്റിക്സിലൂടെയൊക്കെ വിശദീകരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ ഈ ഒരു പ്രവണതയെക്കുറിച്ച് വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കാൻമാൻ്റെ ഈ പുസ്തകം ഉപകരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സംസാരം അവസാനിപ്പിക്കുന്നു.